റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ആരാധകർക്ക് ഇത് മാറ്റത്തിൻ്റെ കാലമാണ്. ഏകദേശം 16,000 കോടി രൂപയ്ക്ക് RCBയെ ആദിത്യ ബിർള ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു കൺസോർഷ്യം സ്വന്തമാക്കിയിരിക്കുകയാണ്. യുണൈറ്റഡ് സ്പിരിറ്റ്സിൽ നിന്നാണ് ഈ വമ്പൻ ഏറ്റെടുക്കൽ നടന്നിരിക്കുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇതല്ല, മറിച്ച് ഈ ടീമിനെ ഇനി നയിക്കാൻ പോകുന്ന പുതിയ ചെയർമാനെക്കുറിച്ചാണ്. ആര്യമാൻ ബിർള. ആരാണ് ആര്യമാൻ ബിർള? വെറുമൊരു ബിസിനസ് മാഗ്നറ്റിൻ്റെ മകൻ മാത്രമല്ല അദ്ദേഹം. ആദിത്യ ബിർള ഗ്രൂപ്പിൻ്റെ ചെയർമാൻ കുമാരമംഗലം ബിർളയുടെ മകനാണ് 28-കാരനായ ആര്യമാൻ ബിർള. ലോകം കണ്ട ഏറ്റവും വലിയ ബിസിനസ് സാമ്രാജ്യങ്ങളൊന്നിൻ്റെ അവകാശിയാണെങ്കിലും ആര്യമാൻ്റെ വ്യക്തിത്വം ക്രിക്കറ്റുമായി ആഴത്തിൽ ബന്ധപ്പെട്ടതാണ്. വെറുമൊരു ഉടമ എന്നതിലുപരി ഗ്രൗണ്ടിലിറങ്ങി കളിച്ച് പഠിച്ച ഒരു ക്രിക്കറ്റർ കൂടിയാണ് അദ്ദേഹം. മധ്യപ്രദേശിന് വേണ്ടി ആഭ്യന്തര ക്രിക്കറ്റിൽ തിളങ്ങിയ ഇടങ്കൈൻ ബാറ്ററാണ് ആര്യമാൻ. ഇപ്പോൾ RCBയുടെ ക്യാപ്റ്റനായ രജത് പട്ടിദാറിനും വെങ്കടേഷ് അയ്യർക്കുമൊപ്പം മധ്യപ്രദേശ് ഡ്രസ്സിംഗ് റൂം പങ്കിട്ട ചരിത്രവും ആര്യമാനുണ്ട്. ആര്യമാൻ്റെ ക്രിക്കറ്റ് കരിയറിലേക്ക് നോക്കിയാൽ 9 ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങളിൽ നിന്ന് ഒരു സെഞ്ചുറി ഉൾപ്പെടെ 414 റൺസ് അദ്ദേഹം നേടിയിട്ടുണ്ട്. കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ ബംഗാളിനെതിരെ നേടിയ ആ സെഞ്ചുറി ഇന്നും ക്രിക്കറ്റ് ലോകം ഓർക്കുന്നുണ്ട്. 2018 IPL മെഗാലേലത്തിൽ 30 ലക്ഷം രൂപയ്ക്കാണ് രാജസ്ഥാൻ റോയൽസ് ആര്യമാനെ വാങ്ങിയത്. 2 സീസണുകളിൽ അദ്ദേഹം രാജസ്ഥാൻ ടീമിൻ്റെ ഭാഗമായിരുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ ഒരു മത്സരത്തിൽ പോലും പ്ലേയിങ് 11 വരാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. പിന്നീട് 2020 അദ്ദേഹം ടീമിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു. ആര്യമാൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാന ഘട്ടം വരുന്നത് 2019-20 കാലഘട്ടത്തിലാണ്. കഠിനമായ സമ്മർദ്ദവും മാനസിക ബുദ്ധിമുട്ടുകളും കാരണം അദ്ദേഹം ക്രിക്കറ്റിൽ നിന്ന് ഒരു ഇടവേളയെടുത്തു. അന്ന് ഇൻസ്റ്റഗ്രാമിൽ അദ്ദേഹം പങ്കുവച്ച കുറിപ്പ് വളരെ ശ്രദ്ധേയമായിരുന്നു. എൻ്റെ മാനസികാരോഗ്യത്തിനും ക്ഷേമത്തിനുമാണ് ഞാനിപ്പോൾ മുൻഗണന നൽകുന്നത് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. കരിയറിൻ്റെ ഉച്ചസ്ഥായിൽ നിൽക്കുമ്പോൾ ഇത്തരമൊരു തീരുമാനമെടുക്കാൻ വലിയ ധൈര്യം വേണം. അതിനുശേഷം അദ്ദേഹം ബിസിനസ് ലോകത്തേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ആദിത്യ ബിർള മാനേജ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ഡയറക്ടറായി ചുമതലയേൽക്കുകയും ചെയ്തു. ഇപ്പോൾ RCBയുടെ ചെയർമാനായി അദ്ദേഹം എത്തുമ്പോൾ ആരാധകർ വലിയ പ്രതീക്ഷയുണ്ട്. ആദിത്യ ബിർള ഗ്രൂപ്പിനൊപ്പം ടൈംസ് ഓഫ് ഇന്ത്യ ഗ്രൂപ്പ്, ബ്ലാക്ക് സ്റ്റോൺ തുടങ്ങിയ വമ്പന്മാരും ഈ കൺസോർഷ്യത്തിലുണ്ട്. RCBയുടെ അടുത്ത ഘട്ടത്തിലുള്ള വളർച്ചയ്ക്ക് നേതൃത്വം നൽകുന്നത് ഒരു ബഹുമതിയായി കാണുന്നു എന്നാണ് ആര്യമാൻ പ്രതികരിച്ചത്. ഒരു മുൻ ക്രിക്കറ്റർ എന്ന നിലയിൽ കളിക്കാരുടെ മാനസികാവസ്ഥയും ഗെയിം പ്ലാനുകളും നന്നായി അറിയാവുന്ന ഒരാൾ തലപ്പത്ത് വരുന്നത് ടീമിന് വലിയ ഗുണം ചെയ്യും. മെൻസ് ടീമിന് മാത്രമല്ല, വുമൻസ് പ്രീമിയർ ലീഗിലെ RCB ടീമിനെയും ഈ പുതിയ മാനേജ്മെൻറ്റ് തന്നെയാണ് നയിക്കുക. അടുത്ത സീസൺ മുതൽ RCBയുടെ ഗാലറിയിൽ വിരാട് കോഹ്ലിക്കൊപ്പം ആവശ്യത്തോടെ നമ്മൾ ഈ യുവ ചെയർമാനെയും കണ്ടേക്കാം. ബിസിനസ്സും സ്പോർട്സും ഒരേപോലെ അറിയുന്ന ആര്യമാൻ ബിർളയുടെ കീഴിൽ ഈ സാല കപ്പ് നമ്മുടെ എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുമോ? നമുക്ക് കാത്തിരിക്കാം.